السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറത്ത് ലുഖ്മാനിലെ മനുഷ്യ കുടുംബത്തിലെ തിന്മയുടെ വാർത്താക്കളുടെ നിലപാടുകൾ എന്താണ് എന്ന് ചെറിയ വാക്കിലൂടെ വിശദീകരിച്ച് പോവുകയുണ്ടായി. അവിടെ നമ്മൾ ആ ആയത്തിനെ വിശദീകരിച്ചിട്ട് വമിനന്നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിക്കുകയും അതിൽ എന്തുകൊണ്ടാണ് ലഹുവ് എന്ന വാക്കിനെ ഉപയോഗിച്ചത്, അതുപോലെ തന്നെ പലയിടങ്ങളിൽ വിശുദ്ധ ഖുർആന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലൈബിനെ എന്തുകൊണ്ട് മുന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആനിലൂടെ കഴിഞ്ഞു പോയ ചരിത്ര സംഭവങ്ങളെ അന്നത്തെ മക്ക നിവാസികൾ അല്ലെങ്കിൽ പുതിയ ലോകം കേൾക്കാത്ത ചരിത്ര സംഭവങ്ങളെ നിരക്ഷരനായൊരു പ്രവാചകൻ വഹീന്റെ വെളിച്ചത്തിൽ മനുഷ്യ കുടുംബത്തിന് സത്യസന്ധമായി ഓതി കേൾപ്പിച്ചപ്പോൾ അതിന് പകരമായി അവര് റോമിൽ നിന്നുള്ള മനുഷ്യന്റെ പുരാണക്കഥകൾ കൊണ്ടുവന്ന് അവരുടെ സായാഹ്ന സദസ്സുകളിൽ വായിച്ചു കേൾപ്പിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഇടങ്ങളിൽ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ച് അത് കേൾക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് അവരുടെ നായകന്മാർ അവരെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പുതിയ ലോകത്തും ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഇത്തരം വിശുദ്ധ വചനങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിനോടുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ കാലത്തെ നായകന്മാരുടെയും അവരുടെ കൂട്ടാളികളുടെയും സ്വഭാവവും ഗുണങ്ങളും പേറുന്നവർ പുതിയ ലോകത്തും അത്തരത്തിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു ആ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പിന്നീട് പറയുന്ന വിഷയമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. സൂറത്ത് ലുഖ്മാനിലെ 7-ാമത്തെ ആയത്ത്. വൈദാ തുത്ല അലൈഹി ആയാതുന വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. വൈദാ തുത്ല അലൈഹി, അത്തരം വ്യക്തികളുടെ മുമ്പിൽ ഇങ്ങനെ സത്യത്തിനെതിരെ, നന്മക്കെതിരെ, ധർമ്മത്തിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിക്ക് മുമ്പിൽ പ്രപഞ്ചനാഥന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുമ്പിൽ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വല്ലാ മുസ്തക്ബിറൻ, അയാൾ അഹങ്കാരിയായി തിരിഞ്ഞുകളയും. കഅല്ലം യസ്മഅഹ, അങ്ങനെ ഒന്ന് കേൾക്കാത്തതുപോലെ. കഅന്ന ഫീ ഉദ്നൈഹി വഖറ, ചെവിയിൽ മൂടുപടം ഇട്ടതുപോലെ. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, വേദനയുള്ള ശിക്ഷ കൊണ്ട് അവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. വൈദാ തുത്ല അലൈഹി ആയാതുന, ഇപ്പൊ വിശുദ്ധ ഖുർആന് ഈ തുത്ല എന്നുള്ള വൈദാ തല, യത്ലു, തുത്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ധാരാളം നടത്തുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു വിഷയത്തോട് ഒരു പ്രവാചകൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു വിഷയം ഇതിന്റെ ഉള്ളിൽ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ മുമ്പെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നത്തെ
വിഷയങ്ങളെ, ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് സ്വന്തം ഇഷ്ടാനുസരണമായിരിക്കണോ അതോ ദൈവിക കൽപ്പനയെ മാനിച്ചുകൊണ്ടുള്ള രൂപത്തിലായിരിക്കണോ? പ്രവാചകൻ അറബിയായിരുന്നു, ചുറ്റുമുള്ളവർ അറബികളാണ്. അപ്പോ തന്റെ ഇഷ്ടാനുസരണം അതിനോട് പ്രതികരിക്കാം. ഒരു ഭാഷ എന്നുള്ള നിലക്ക് ആ ഭാഷയിൽ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവരോട് അവരുടെ ഭാഷയിൽ നന്നായി പ്രതികരിക്കാം. എന്നാൽ അതിനപ്പുറം ഒരു പ്രവാചകൻ ഏതൊരു പ്രശ്നത്തിനും പടച്ച തമ്പുരാനിൽ നിന്നുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുകയും അള്ളാഹു എന്തൊരു വഹിയാണോ നൽകുന്നത് ആ വഹിയ കൊണ്ട് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യാം. ഖുർആൻ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക. ഖുർആൻ ഒരു മുഅ്ജിസത്താണ്. മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യതിരക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശ്രേഷ്ഠനാകുന്നതും വ്യതിരക്തനാകുന്നതുമെല്ലാം തന്നെ ആ പ്രവാചകന് നൽകിയ വഹീന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പ്രവാചകന്റെ ജീവിതം അത് പ്രവാചകന്റെ നുബൂവത്തിനെ ബോധ്യപ്പെടുത്തുന്നതാണെന്ന് പറയുന്നുണ്ട്. ഖുർആന് അത് നുബൂവത്തിനെ ബോധ്യപ്പെടുത്തുന്നതാണെന്ന് പറയുന്നുണ്ട്. പ്രവാചകന്റെ ഉമ്മത്തും പ്രവാചകന് നുബൂവത്തിനെ ബോധ്യപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നുബൂവത്തിന്റെ മഹത്വത്തെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ വെറുതെ അങ്ങ് സംസാരിക്കുകയല്ല ഒരു വിഷയത്തിൽ, തന്റെ ഇഷ്ടാനുസരണമുള്ള ഇടപെടൽ നടത്തുകയല്ല പ്രവാചകൻ ചെയ്യുന്നത്. അതിനപ്പുറം തനിക്ക് ലഭിക്കുന്ന വഹയ്യിനെ കേൾപ്പിച്ചു കൊടുത്തിട്ട് ആ വഹയ്യ് കൊണ്ടൊരു വിഷയത്തോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഭൂമിയിൽ നാം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകന്മാരെ പിൻപറ്റുന്ന, പ്രവാചകന്മാരുടെ മഹത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ഭൂമിയിൽ ശാന്തിയും സമാധാനവും ധർമ്മവും നീതിയുമെല്ലാം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, അവര് ഏതൊരു വിഷയത്തോടും പ്രതികരിക്കേണ്ടത് ദൈവീകമായ വഹീനെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടൊരു പ്രവാചകൻ ഇടപെട്ടതുപോലെയായിരിക്കണം എന്നുള്ള ഒരു വലിയൊരു സന്ദേശം ഈ ഒരു ആയത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു സമൂഹം കോലാഹലങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ഒരു വിഭാഗം ധർമ്മത്തിനെതിരെ അധർമ്മം കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനോട് ദൈവീകമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അത് നിങ്ങളെ ഒരു ഏകീകൃത സമൂഹമാക്കി മാറ്റും, ഒരു ഏകസ്വരമുള്ളവരാക്കി മാറ്റും. നിലപാടുകളിൽ ഒരു ഏകതാഭാവം സൃഷ്ടിക്കാൻ നിങ്ങൾക്കത് ഉപകരിക്കും. നിങ്ങൾ നിർമ്മിച്ച ഒന്നിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വരം വ്യത്യസ്തമായിരിക്കും, നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും. സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം തന്നെ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന നിയമ നിർമ്മാണങ്ങൾ നടത്തുകയും അവരുടെ ഇടങ്ങളിൽ ഇതിനപ്പുറമുള്ള ചില വ്യവസ്ഥിതികൾ സൃഷ്ടിക്കുകയും അതിന് കോട്ടം തട്ടാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ മയപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ചില ചാരി നിൽക്കലുകളും നല്ല പിള്ള ചമയിലും എല്ലാം നടത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും സത്യവും നീതിയും ധർമ്മവും അതിന്റെ പൂർണാർത്ഥത്തിൽ സമൂഹത്തിന് ബോധ്യപ്പെടാതെ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ആയത്ത് ഇദാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അത്തരം ആളുകൾക്ക് മുമ്പിൽ നീ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഭാവം ഇങ്ങനെയായിരിക്കും. അപ്പൊ ഒരു ഏക നിലപാടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, ഈ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്ക്, നിങ്ങൾ പ്രപഞ്ചനാഥനിലേക്ക് തിരിയണം.
പ്രപഞ്ചനാഥൻ എന്താണോ നിങ്ങളോട് പറയുന്നത് ആ പറയുന്നതിനനുസരിച്ചുള്ള നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കൂ എന്ന ഒരു പാഠം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന് മുകളിൽ പറഞ്ഞ ആയത്ത് കുറെ സങ്കീർണതകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്നും ഒരു പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, ധർമ്മം പഠിപ്പിച്ച, സത്യം പഠിപ്പിച്ച, നീതി പഠിപ്പിച്ച, മാനവികത പഠിപ്പിച്ച, മനുഷ്യത്വം പഠിപ്പിച്ച, മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച, ദൈവീക വചനത്തിന്റെ വെളിച്ചത്തിൽ നിലപാടുകൾ സ്വീകരിച്ച, എല്ലാ പ്രവാചകന്മാരെയും ചേർത്ത് പിടിച്ച, ആരെയും നിരാകരിക്കാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഠിപ്പിച്ച, അടിസ്ഥാന കാര്യങ്ങളിൽ ഏകനായ ഏകേശ്വരനെ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിച്ച, മാലാഖമാരെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ച, എല്ലാ വേദങ്ങളിലും വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ച, എല്ലാ ദൈവദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ച, അവരെ ജീവിത മാതൃകയായി സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച് മാനവികതയുടെ പൂർണാർത്ഥത്തെ ബോധ്യപ്പെടുത്തിയ ഒരു പ്രവാചകന്റെ നാമം പോലും ഇന്ന് പ്രശ്ന സംഘർഷമായി മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രശ്നമായി മാറുന്ന, സംഘർഷമായി തീരുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രവാചകന്റെ നാമം പോലും ഉരുവിടുമ്പോൾ അവിടെ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന, വൽഗൗഫീഹി, ഖുർആൻ കേൾക്കുമ്പോൾ അന്നത്തെ അബൂലഹബും ഉത്തുബത്തും ഷൈബത്തുമെല്ലാം കോലാഹലങ്ങൾ തീർത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ പ്രവാചകന്റെ നാമം പോലും, ആ പ്രവാചകന്റെ നാമം ഉരുവിടുന്ന ഇടങ്ങളിൽ പോലും കോലാഹലങ്ങൾ സൃഷ്ടിച്ച് അത് പേടിപ്പെടുത്തുന്ന ഒന്നായി ചിത്രീകരിക്കുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രവാചകൻ ആരാണ്? നമ്മൾ ഈ പറയുന്നത് പോലെ വിശുദ്ധ ഖുർആന് അതൊരു പ്രത്യേക സമൂഹത്തിന്റെ വേദമൊന്നുമല്ല. അള്ളാഹു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുലദൈവത്തിന്റെ നാമമല്ല. ആ ശക്തിയിൽ നിന്നും അവതീർണമായ നിയമങ്ങളൊന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല. പക്ഷപാതിത്വമില്ലാത്ത, ഒരു തരത്തിലുള്ള വിവേചനവുമില്ലാത്ത മനുഷ്യ കുടുംബത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലെ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് അതിൽ ഉത്കൃഷ്ട സ്ഥാനം നൽകി മനുഷ്യനെന്ന സൃഷ്ടിയെ പരിപാലിക്കുന്ന ജഗദീശ്വരനായ ഏകമഹാശക്തിയിൽ നിന്നും മനുഷ്യ കുടുംബത്തിന് നൽകിയ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ കേൾക്കുമ്പോൾ അവിടെ നിങ്ങൾ കോലാഹലങ്ങൾ സൃഷ്ടിക്കണമെന്ന് ഒരു കാലത്ത് ഒരു സമൂഹം പറഞ്ഞിരുന്നുവെങ്കിൽ അവരെ പിൻപറ്റി പുതിയ ലോകത്ത് അത് പഠിപ്പിച്ച പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പോലും അസ്വസ്ഥത രേഖപ്പെടുത്തുവാനും അത് പറയുന്നവനെ ഭീകരവാദിയായി ചിത്രീകരിക്കുവാനും ആ പ്രവാചകനോട് സ്നേഹം പുലർത്തുന്നവരെ ജയിലിലടക്കുവാനും അതുപോലെ തന്നെ അവരുടെ വീടുകളും അവരുടെ മറ്റു ഭൗതിക സംവിധാനങ്ങളും തച്ചുടക്കുകയും ചെയ്യുന്ന അതിഭീകരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയാണ് സ്നേഹിക്കുന്നത്? ധർമ്മങ്ങളെ നിരാകരിക്കാൻ പഠിപ്പിച്ച ഒരു പ്രവാചകനെയല്ല, ഒരു വ്യക്തിയെയല്ല. സത്യത്തിനെതിരെ നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നല്ല പറയുന്നത്. നാം ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ച്, എല്ലാ ദൈവദൂതന്മാരെയും ചേർത്ത് പിടിച്ച് മനുഷ്യനൊരു അച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണെന്ന് പഠിപ്പിച്ച, മനുഷ്യനാണ് ഭൂമിയിൽ ഏറ്റവും ഉത്കൃഷ്ടനെന്ന് പഠിപ്പിച്ച, ദൈവം ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പഠിപ്പിച്ച, അവർക്കിടയിൽ വിവേചനം പാടില്ല എന്ന് പഠിപ്പിച്ച, നിറത്തിന്റെയോ ദേശാതിർത്തികളുടെയോ ഭാഷയുടെയോ മറ്റു ഭൗതികമായ ഒന്നിന്റെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണരുതെന്ന് പഠിപ്പിച്ച് മനുഷ്യന്റെ മഹത്വത്തെ വാനോളം പുകഴ്ത്തി വെച്ച് മനുഷ്യന് വേണ്ടി കരഞ്ഞ ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ നാമം കേൾക്കുന്ന ഇടങ്ങളിൽ പോലും ഇന്ന് ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കാൻ അബൂജഹലിന്റെ, ഉത്ബയുടെ, ഷൈബയുടെ എല്ലാം തന്നെ പിന്മുറക്കാര് ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ പുതിയ ലോകത്ത് മറ്റൊരു രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇത്തരം ഇടങ്ങളിൽ എന്താണ്, ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ ദൈവിക വചനങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പ്രവാചകൻ, ഒരു സമൂഹത്തിന് നായകൻ എന്നുള്ള നിലക്ക്, ഒരു ധർമ്മബോധമുള്ള ഒരു സമൂഹത്തിന്റെ നായകൻ എന്നുള്ള നിലക്ക് ആ പ്രവാചകൻ ഏത് നിലപാടാണോ ഇത്തരം ഇടങ്ങളിൽ സ്വീകരിക്കുന്നത്, അത് നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ ഒരു ഏക സമൂഹമായിട്ട് ഒരു സമൂഹത്തിന്റെ ബോധ്യപ്പെടും. ഐക്യബോധമുള്ള സമൂഹമായി മറ്റുള്ളവർക്ക് തിരിയും. അത് നിരപരാധികൾക്ക്, പീഡിപ്പിക്കപ്പെടുന്നവർക്കെല്ലാം തന്നെ രക്ഷയും അതുപോലെ തന്നെ സംരക്ഷണവും നൽകാൻ ഉതകുന്ന രൂപത്തിലായി മാറുകയും ചെയ്യും. അതിനാൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കൂ എന്ന് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫൈദാ തുത്ല അലൈഹി ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിച്ചു, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ മുസ്തക്ബിറൻ, അഹങ്കാരികളായിട്ട് അവർ തിരിഞ്ഞു പോകും. അപ്പോ ആയത്തിനെ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആയത്ത്? ആയത്ത് രണ്ട് തരത്തിലാണ്. ആയത്ത് അതിന് മുമ്പ് നമ്മൾ പ്രവാചകന്മാർക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങൾ ആയത്തായിട്ട് ഖുർആൻ വിശദീകരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചം ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ ആയത്താണെന്ന് പറഞ്ഞ് അതിൽ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആയത്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ കേൾപ്പിക്കപ്പെട്ടാൽ എന്നുള്ളതാണ്. ആ വചനങ്ങൾ പ്രപഞ്ചമാണ്. പ്രപഞ്ചം അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നു എന്ന ഇമാം ഷഅറാബിയുടെ ഒരു നിരീക്ഷണം ഇതിന് മുമ്പും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ മനുഷ്യ ചിന്തയെ ഉണർത്തുന്ന, അവനിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ച ധർമ്മബോധങ്ങളെ ഉണർത്തുന്ന വിഷയങ്ങൾ അവന്റെ മുമ്പിൽ വെച്ചാൽ മുസ്തക്ബിറൻ, അയാൾ പിന്തിരിഞ്ഞു കളയും, അഹങ്കാരിയായി പിന്തിരിഞ്ഞു കളയും. ഇമാം ഷഅറാബിന്റെ ഒരു വ്യാഖ്യാനം ഈ മുസ്തക്ബിറൻ എന്ന ഒന്നിനെ വെച്ചുകൊണ്ട് ശ്രദ്ധേയമായി നടത്തുന്ന ഒരു വിശദീകരണമുണ്ട് അദ്ദേഹത്തിന്റെ. സത്യത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് അഹങ്കാരം തോന്നണമെങ്കിൽ അയാളെക്കാളും നന്മ നിറഞ്ഞ ഒന്ന് ഈ അഹങ്കരിക്കുന്നവന്റെ പക്കൽ ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ നന്മയല്ല ഇവരുടെ കയ്യിലുള്ളത്, തിന്മയാണുള്ളത്, നന്മയോടുള്ള വിരോധമാണുള്ളത്. അതിൻ്റെ മഹത്വത്തെ അറിയുമ്പോഴും അത് സൃഷ്ടിക്കുന്ന ഭൗതികമായ ഒരു തവാസുൻ, ഒരു എന്താണ് തവാസുൻ, നമ്മൾ എന്താ പറഞ്ഞത്, തവാസുൽ മുജ്തമഅനൊരു സാമൂഹിക ബാലൻസ്, അത് സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക ബാലൻസ് എന്താണെന്ന് ബോധ്യപ്പെടുമ്പോഴും അതിനോട് അഹങ്കാരഭാവം ഇവര് സ്വീകരിക്കുന്നു. അപ്പൊ ഇവർക്ക് ധാർമ്മികമായിട്ട് അവകാശമില്ല അതിനോട് അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ. പക്ഷേ ഇവരുടെ കയ്യിലുള്ളത് മുഴുവനും തിന്മയാണ്, അക്രമത്തെ പ്രേരിപ്പിക്കുന്നതാണ്, അനീതിയെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. എന്നിട്ടും നന്മയോടുള്ള ഇവരുടെ ഈ ഒരു സമീപനം അത് വളരെ വൃത്തിഹീനമായ ഒന്നായതുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം എന്ന് പറഞ്ഞത്. അവർക്ക് വേദനയുള്ള ശിക്ഷ കൊണ്ടങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോ ഒരു വിഷയം, ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് നല്ല പഠിച്ചവനോട്, നന്നായി സമയം ഉപയോഗിച്ചവനോട് നമ്മൾ സന്തോഷ വൃത്താന്തം അറിയിക്കും. ഓ, നിനക്ക് നല്ല മാർക്ക് കിട്ടും, നീ സന്തോഷിച്ചോളൂ എന്ന് പറയും. അതോടൊപ്പം തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും എല്ലാ നന്മയും അറിഞ്ഞിട്ടും അതിൻ്റെ ഭാവിയിൽ നന്നായി സമയം ചെലവഴിച്ചാൽ ലഭിക്കാൻ പോകുന്ന നന്മകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ഒരാള്
അതിനോട് മുഖം തിരിഞ്ഞ് അയാളുടേതായിരിക്കുന്ന തോന്നലുകളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറയും, ആ അനക്ക് നല്ലത് വരട്ടോ എന്ന് നിന്ദ്യമായ രൂപത്തിൽ ആ കുട്ടിയോട് പറയും. ഇതേപോലെയാണ് അള്ളാഹു ഇവിടെ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. അദാബ് കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിക്കുക. അപ്പൊ അവർക്ക് അങ്ങനെ അഹങ്കരിക്കാൻ ധാർമ്മികമായിട്ട് അവകാശമില്ല. എല്ലാ നന്മകളും പറഞ്ഞു കൊടുത്തതിന് ശേഷവും ഇവരുടെ കയ്യിലുള്ളത് മുഴുവനും തിന്മയുടെ അടയാളങ്ങളും ധർമ്മത്തിനെതിരെയുള്ള നിലപാടുകളുമാണ്. അവർക്ക് പോലും ഉപകാരമുള്ള, വ്യക്തിക്ക് പോലും ഉപകാരമുള്ള ഒന്നിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അതിൽ അഹങ്കരിക്കുക എന്നുള്ളത് തികച്ചും അന്യായമാണ്. ആ അന്യായത്തോട് പുച്ഛഭാവേനെ അള്ളാഹു അദാബ് കൊണ്ട് സന്തോഷ വൃത്താന്തം അറിയിക്കുന്നു. ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് അള്ളാഹു മുത്തക്കബ്ബിറാണ് എന്നുള്ളത്. അത് മനുഷ്യന് ആ ഒരു വസ്ത്രം അണിയാൻ പറ്റൂല. അത് അള്ളാഹുവിന്റെ മാത്രം രിദാ ആണ് എന്നൊരു ഖുദ്സിയായ ഹദീസിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാത്രം വസ്ത്രമായി, ഉടയാടയായി കിബറിനെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹു അനീതിക്കെതിരെ മാത്രമേ അവന്റെ അഹങ്കാര ഭാവത്തെ പ്രകടിപ്പിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ ഇവിടെ നന്മയ്ക്കെതിരെ അത് പ്രയോഗിക്കുന്നു, ധർമ്മത്തിനെതിരെ ആ ഭാവത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ അത് ഭൂമിയിൽ അശാന്തി സൃഷ്ടിക്കും, മനുഷ്യർക്കിടയിൽ വിവേചനം സൃഷ്ടിക്കും, മനുഷ്യർക്കിടയിൽ അക്രമവും അനീതിയും ഉണ്ടാക്കും. അതിനാല് കിബറെന്ന ഭാവത്തെ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കാൻ പാടില്ല. അവനെപ്പോഴും അതിനെ നന്മയ്ക്കെതിരെ പ്രകടിപ്പിക്കുള്ളൂ, നന്മയ്ക്കെതിരെ അത് ഉപയോഗിക്കുള്ളൂ. എന്നാൽ പ്രപഞ്ചനാഥൻ അവന്റെ അടിമകൾക്കിടയിൽ ഒരു അനീതിയും പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ, ഒരു അനീതിയും നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അനീതിക്കെതിരെ മാത്രമേ അള്ളാഹുവിന്റെ ആ സിഫത്തിനെ ഉപയോഗിക്കുള്ളൂ. അള്ളാഹുവിന് മാത്രം അള്ളാഹുവിനോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു ഗുണമാണ് ഈ കിബിർ എന്നുള്ളതും അവൻ മുത്തക്കബ്ബിറാണ് എന്നുള്ളത്. അത് മനുഷ്യൻ അത്തരത്തിലുള്ള ഒന്നിനെ സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോ കാലം യസ്മഅഹ, അത് കേൾക്കാത്ത പോലെ അയാൾ പിന്തിരിഞ്ഞു കളയും. അയാളുടെ കാതിൽ ഒരു അടപ്പ് വീണതുപോലെ കേൾക്കാത്ത മാത്രയിൽ അത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോകും. ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനയുള്ള ശിക്ഷ കൊണ്ട് അങ്ങ് സന്തോഷ വൃത്താന്തം അറിയിക്കുക. അതിന്റെ മുമ്പ് അദാബും മുഹീൻ എന്ന് പറഞ്ഞു. ഉലായിക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്നാണ്. ഇവിടെ ഈ ആയത്ത് രണ്ടാമത് വീണ്ടും പറയുന്നത് അവർക്ക് വേദനയുള്ള ശിക്ഷയെ കുറിച്ച് അങ്ങ് സന്തോഷ വൃത്താന്തം അറിയിക്കുക എന്നുള്ളതാണ്. ഇനി ഈ താഴെ വരുന്ന, ഇതിനോട് ചേർന്ന് വരുന്ന ആയത്ത് ഇതിലെ മറ്റു ചില അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുകൂടി അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അദാബിനെ കുറിച്ച് പറഞ്ഞു പോയാൽ ഉടനെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ഉടനെ അള്ളാഹു പറഞ്ഞു വെക്കും. അത് വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആയത്തിന് ശേഷം അള്ളാഹു ഉടനെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, ഇന്നല്ലദീന ആമനു, എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ച് നാം പറഞ്ഞതുപോലെ അള്ളാഹുവില്, അവന്റെ മാലാഖമാരില്, പ്രവാചകന്മാരില്, ദൈവദൂതന്മാരില്, ആ ദൈവദൂതന്മാർക്കെല്ലാം നൽകിയ വേദങ്ങളില്, അന്ത്യനാളില്, മരണാനന്തര ജീവിതത്തിൽ മാറി മറിയുന്നതെല്ലാം അള്ളാഹുവിന് നിശ്ചയമാണ് എന്ന ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യര്, ഇവരെയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അത് ഗാഢമായിട്ട് ആ ഒരു ബോധം നിലനിൽക്കുന്നവർ. അപ്പൊ മുഅ്മിനാകുക എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരു ഗുണമാണത്.
കാരണം അവനിൽ നാം ഈ പറഞ്ഞതുപോലെ നിരാകരണ സ്വഭാവമൊന്നും അയാളിൽ ഉണ്ടാവില്ല. എല്ലാവരെയും, എല്ലാ പ്രവാചകന്മാരെയും വേദങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയിലായി മാത്രം ജീവിക്കുന്ന, ധർമ്മം മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും മുഅ്മിനി എന്ന് പറയുന്നത്. മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നല്ല നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും, നല്ല ജീവിത മാർഗം അവലംബിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഈമാനോടുകൂടി അമലു സ്വാലിഹാത്തിനെ അതുകൊണ്ടാണ് അള്ളാഹു ചേർത്ത് പറയുന്നത് എല്ലായിടങ്ങളിലും. ഇന്നല്ലദീന ആമനു വഅമലു സ്വാലിഹാത്തി. ഈമാൻ ഉണ്ടെങ്കിൽ അവര് അമലു സ്വാലിഹാത്തും ചെയ്യും. ഇതുപോലെ ആയിരിക്കൂല, ഇത്തരം ആളുകളെ പോലെ ആവൂല. അവർക്ക് അമലു സ്വാലിഹാത്തി എന്നുള്ള ഒന്നും ഉണ്ടാവില്ല. നന്മ ചെയ്യുക, മനുഷ്യ കുടുംബത്തിന് ഉപകാരമുള്ളത് പറയുക, അവർക്കിടയിൽ സമാധാനം സൃഷ്ടിക്കാൻ പര്യാപ്തമായ കാര്യങ്ങൾ പറയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒന്ന് ഇതിന് എതിരെ നിൽക്കുന്ന, വിശ്വാസം പേറുന്ന, ചിന്ത പേറുന്നവരിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈമാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹു അമൽ സ്വാലിഹാത്തിനെ കുറിച്ച് പറയും. അപ്പൊ നമ്മളിലും ഞാന് കാനേഷുമാരി കണക്കിൽ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. കൂട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരുടെ ചിന്തയെയോ മനസ്സിനെയോ ഗാഠമായി ബാധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ അമൽ സ്വാലിഹാത്ത് ഉണ്ടാവില്ല. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത് അത് അമൽ സ്വാലിഹാത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 3 തരത്തിലുള്ള 3 ലെവലാണ് ഒരു മനുഷ്യ ജീവിതത്തെ ഏറ്റവും ഉത്കൃഷ്ടമാക്കുന്നത്. 3 രൂപത്തിലുള്ള മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട് ജീവിതത്തിന്. ഒന്ന് മുസ്ലിം ആകുക എന്നുള്ളത്, അതുകൊണ്ട് പടച്ച തമ്പുരാന് യഥാവിധി കീഴ്പ്പെടുക, അവന്റെ നിയമങ്ങളെ മാനിക്കുക. മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ ഉള്ളിൽ അഗാധമായി ആ വിഷയത്തെ ചേർത്ത് പിടിച്ച് നിർഭയത്വമുള്ളവനായി മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ ഒരു മുഹ്സിനാകുക എന്നുള്ള ഒരു ഉന്നതമായ മറ്റൊരു തലം. അവന്റെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ, അവന്റെ നോട്ടത്തെ, അവന്റെ ഇൽമിനെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത ചിട്ട. അതുകൊണ്ടാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പടച്ചോനെ, നീ അള്ളാഹിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ ജീവിക്കണം. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നോട്ടത്തിന്റെ, അവന്റെ ഇൽമിന്റെ എല്ലാം തന്നെ പ്രസൻസിനെ നമ്മൾ എന്താക്കുക, നന്നായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുക. അതാണ് ഇഹ്സാൻ എന്നൊരു ഭാവം. അപ്പൊ 3 തരത്തിലുള്ള ജീവിത രീതികൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലുടനീളം കടന്നു പോവേണ്ടതുണ്ട്. മുസ്ലിമാകുന്ന, മുഅ്മിനാകുന്ന, മുഹ്സിനാകുന്ന 3 തലങ്ങള്. ഇപ്പൊ ഇവിടെ ഈമാൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലദീന ആമനു, നിശ്ചയം ഒരു വിഭാഗം അള്ളാഹുവിന് പൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് നിർഭയത്വം പ്രാപിച്ചവര്, വഅമിലു സ്വാലിഹാത്തി, സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നവര്, ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് അനുഗ്രഹീതമായ സ്വർഗങ്ങളുണ്ട്. ജന്നാത്തുൻ നഈം എന്നാണ് പറഞ്ഞു വെക്കുന്നത്, ജന്നത്തുൻ നഈം എന്നല്ല. അപ്പോ ധാരാളം സ്വർഗങ്ങളുണ്ട് എന്നാണ്. ഇമാം ഷഅറാവി ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അള്ളാഹു നിഷേധിയോട് പോലും അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. കാരണം ഈ ആയത്തിന് തൊട്ട് താഴെ അള്ളാഹു ഒരു സംഗതി വീണ്ടും പറഞ്ഞു വെക്കുന്നുണ്ട്, ഖാലിദീന ഫീഹ, അതിൽ അവർ എന്നെന്നും വസിക്കുന്നവരായിരിക്കും, അവർ ശാശ്വതരായിരിക്കും. വഅദല്ലാഹി ഹഖ, അത് സത്യമായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്.
വഹുവൽ അസീസുൽ ഹക്കീം, അവൻ ഐശ്വര്യവാനും അവൻ ഹക്കീമുമാണ്, തന്ത്രശാലിയുമാണ്. എന്നാല് നരകശിക്ഷയെ കുറിച്ച് മേലെ പറഞ്ഞിടത്ത് അള്ളാഹു അവരതിൽ ശാശ്വതരായിരിക്കും എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഒരു നിഷേധിയോട് പോലും പ്രപഞ്ചനാഥൻ കാരുണ്യപൂർവം വർത്തിക്കുന്നു. എന്നാൽ ആ വ്യക്തി നന്മയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അയാൾക്ക് ധാരാളം സ്വർഗങ്ങൾ ലഭിക്കുന്ന ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് അയാളെയും അള്ളാഹു കൈപിടിക്കുന്നു. അപ്പോ നന്മയിലാണ് മനുഷ്യന് സ്ഥായിയായ ജീവിതമുള്ളത്. അപ്പൊ ആ സ്ഥായിയായ ജീവിതത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നുണ്ട്. നിഷേധിയോട് പോലും അള്ളാഹു അത്തരത്തിലുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കാതെ അള്ളാഹു അവനോടും കരുണ കാണിച്ചേക്കാം എന്ന ഒരു നന്മ നിറഞ്ഞ ഒരു സന്ദേശം അതിലൂടെ കൈമാറുന്നുണ്ട് എന്ന് ഈ രണ്ട് ആയത്തിനെയും വിശദീകരിക്കുന്നിടത്ത് ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഒരു തിന്മയെ കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ നന്മ ആഗ്രഹിക്കുന്ന, നന്മയെ പിൻപറ്റുന്ന മനുഷ്യനെ അവന്റെ ജീവിതം മഹത്വരമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സന്ദേശം കൂടി അള്ളാഹു ചേർത്ത് വെക്കും. ഇത് ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോ ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. അപ്പൊ നന്മയെ കുറിച്ച് പറയുമ്പോൾ ഇനി നിങ്ങൾ തിന്മ ചെയ്താൽ എന്താണ് കിട്ടാൻ വേണ്ടി പോണത് എന്നുള്ളത് നന്മയോടൊപ്പം അതിനെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു വെക്കും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ഇങ്ങനെ എല്ലാത്തിനെയും ഒരേ സമയം ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു ഈ രണ്ട് അവസ്ഥാവിശേഷങ്ങളെയും ഒരുപോലെ പറഞ്ഞു പോകുന്ന ആയത്തുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അത് എന്തിനാണെന്ന് വെച്ചാൽ തിന്മയെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള മാത്രം ചിന്തയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. അതോടൊപ്പം തന്നെ നന്മയുടെ ഉന്നതമായ ഒന്നിലേക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തയെയും പെട്ടെന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നന്മയെ കുറിച്ച് പറയുമ്പോഴേ അവിടെ തിന്മ ചെയ്താലുണ്ടാകുന്ന അപകടത്തെ കുറിച്ചും പറഞ്ഞ് നമ്മെ എന്താക്കും, അള്ളാഹു തിന്മയിലേക്ക് അടുക്കാതിരിക്കാനുള്ള സന്ദേശം പകരുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് തരത്തില് ഈ വിഷയത്തെ ഒരേ സമയം അള്ളാഹു പറഞ്ഞു പോകുന്നത്, ഒരേ സമയം ചേർത്ത് പറഞ്ഞു പോകുന്നത് ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇനി ഇതിന് ശേഷം നടക്കുന്നത്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. മനുഷ്യന് എന്തുകൊണ്ട് തിന്മയെ വെടിയേണ്ടതുണ്ട്, നന്മയെ എന്തുകൊണ്ട് അവന് പുൽകേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്താൻ ഉടനെ തന്നെ ഇനി അള്ളാഹു അവന്റെ അളമത്ത് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ മനുഷ്യന് അത് തിരിച്ചറിഞ്ഞ അനിവാര്യതയെ കുറിച്ച് പറയാൻ അത്തരം വിഷയങ്ങളിലേക്ക് അള്ളാഹു പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഏതായാലും നാം ഈ പറഞ്ഞു വെച്ച ആയത്തുകള് ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞു പോകാൻ പറ്റുന്നതാണെങ്കിലും അതിന്റെ ഉള്ളിൽ നാം ഈ പറഞ്ഞതുപോലെയുള്ള ധാരാളം ചിന്തകളും ധാരാളം നന്മ നിറഞ്ഞ കാര്യങ്ങളും അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.